നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രി പ്രസ് ക്ലബ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഹൃദയ പരിശോധനാ ക്യാമ്പിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് കൗൺസിലിന്റെ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് വാഴൂർ സോമൻ MLA. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തേക്കടിയിൽ നടത്തി. മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ സലാമിയ എസ്റ്റേറ്റിൽ കടന്നലിന്റെ ആക്രമണത്തിൽ 6 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. സഹകരണ ബാങ്കിലെയും അർബൻ ബാങ്കിലെയും അഴിമതിക്കെതിരെയും നിക്ഷേപകരോട് കാണിക്കുന്ന ക്രൂരമായ വഞ്ചനയ്ക്കെതിരെയും ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധ സമരം 5-ാം തീയതി കരിമണ്ണൂരിൽ നടത്തുമെന്ന് പാർട്ടി ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രി പ്രസ് ക്ലബ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി സംഘടിപ്പിക്കുന്ന ഹൃദയ പരിശോധനാ ക്യാമ്പിന് തുടക്കമായി. തൊടുപുഴയിലുള്ള പ്രസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ മേഴ്സി കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രി ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ഹൃദയ പരിശോധന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഈ പ്രസ് ക്ലബിൽ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നു. അതിൽ ഏറ്റവും ടെൻഷൻ പിടിച്ച ഒരു ജോലിയാണ് മാധ്യമപ്രവർത്തകരുടെ ജോലി. ഏറ്റവും കൂടുതൽ ഹൃദയത്തിന് പരിക്കേൽക്കാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. കാരണം എന്താണ്, വളരെ റിസ്ക് എടുത്ത് ജോലിക്ക് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ ജോലിയിൽ ഏതെങ്കിലും അപാകത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥന്മാരെ കേൾക്കണം. നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിഷേധിക്കപ്പെടുന്ന നിരവധിയായിട്ടുള്ള ഘടകങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് ഒരു കുറ്റകരമായിട്ടുള്ള അനാസ്ഥയായിട്ട് കണക്കാക്കപ്പെടുന്നു. ജീവിതത്തിൽ എപ്പോഴും ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ജോലിയാണ് മാധ്യമ പ്രവർത്തകരുടെ എന്ന് നമുക്കറിയാം. സ്വാഭാവികമായും ഈ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി നമ്മുടെ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം അവർക്ക് വേണ്ടി തുടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. നമുക്കറിയാം, ഹോളി ഫാമിലി ഹോസ്പിറ്റലിനെ പറ്റി തൊടുപുഴയിൽ എത്രയോ വർഷങ്ങളായിട്ട് നിറസാന്നിധ്യമായിട്ട് ആളുകൾ സേവനത്തിനകത്ത് സുദീർഘമായിട്ടുള്ള ഒരു ഘടകമായി മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴാണ് നിരവധിയായിട്ടുള്ള മറ്റ് ഹോസ്പിറ്റലുകളൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിലും സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന, അതോടൊപ്പം തന്നെ നമുക്ക് വിശ്വാസ്യതയിലൂടെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം ഇവിടെ ഹൃദയ പരിശോധന ക്യാമ്പും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആതുര സേവന രംഗത്തെ ക്ലാസുകളും ഇവിടെ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ആശുപത്രിയിലെ ചികിത്സയ്ക്കായി മാധ്യമപ്രവർത്തകർക്ക് നൽകുന്ന പ്രിവിലേജ് കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ അധ്യക്ഷത വഹിച്ചു. ഹോളി ഫാമിലി ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യൻ SH മുഖ്യപ്രഭാഷണം നടത്തി. കാർഡിയോളജി വിഭാഗ മേധാവി ഡോക്ടർ ഷിജി തോമസ് വർഗീസ് ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ അത്തിഖ് ഉമ്മദ്, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ മേരി ആലപ്പാട്ട് SH, പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിൽ, ട്രഷറർ ആൽവിൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് PK ലത്തീഫ്, ജോയിന്റ് സെക്രട്ടറി അഖിൽ സഹായി, കമ്മിറ്റി അംഗങ്ങളായ NV വൈശാഖ്, ഷിയാസ് ബഷീർ, അനീഷ് ടോം, VV നന്ദു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജോയിന്റ് കൗൺസിലിന്റെ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന വാഴൂർ സോമൻ MLA. ജോയിന്റ് കൗൺസിൽ ആരംഭിച്ച മാലിന്യമുക്ത കേരളത്തിന്റെ ജില്ലാതല ശുചീകരണ ക്യാമ്പയിൻ വാഗമൺ പൈൻ വാലി ഫോറസ്റ്റിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാകേഷ് അധ്യക്ഷത വഹിച്ചു.
മാലിന്യമുക്ത സംസ്ഥാനത്തിനായി 1 വർഷം നീണ്ടുനിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ തീരുമാനിച്ച ജോയിന്റ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് വാഴൂർ സോമൻ MLA പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ ആരംഭിച്ച മാലിന്യമുക്ത കേരളത്തിന്റെ ജില്ലാതല ശുചീകരണ ക്യാമ്പയിൻ എന്റെ നാട് സുന്ദരദേശം വാഗമൺ പൈൻവാലി ഫോറസ്റ്റിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിക്കുന്ന ഈ ക്യാമ്പയിൻ തുടർച്ചയായ ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ വലിയ മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജില്ലയിലെമ്പാടും പ്രധാന കേന്ദ്രങ്ങളെ കോർത്തിണക്കി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അഭിനന്ദനാർഹമാണ്. പരിസ്ഥിതിയെ സംരക്ഷണത്തിൽ സംസ്ഥാന സർക്കാർ മാതൃകാപരമാണ്. അതിന് ശക്തി പകരുന്ന നിലപാടാണ് ജോയിന്റ് കൗൺസിലിന്റേത്. പുരോഗമന പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും വാഴൂർ സോമൻ പറഞ്ഞു. വളരെ കാലിക പ്രസക്തിയുള്ള പ്രശ്നങ്ങളാണ് ജോയിന്റ് കൗൺസിൽ ഉയർത്തിയിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും കടമയാണ്. ആ കാര്യം നിർവഹിക്കുന്നതിൽ ജോയിന്റ് കൗൺസിൽ എല്ലാ കാലത്തും മുന്നിട്ട് നിന്നിട്ടുണ്ട്. ഈ ക്യാമ്പയിനും ഒരു മഹാവിജയമായി തീരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. നിങ്ങളുടെ ഈ ശ്രമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത് 1 വർഷക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം. കാരണം ഒരു വഴിപാടെന്ന നിലയിലല്ല, ഒരു കാര്യമാത്ര പ്രസക്തമായ ഒരു ക്യാമ്പയിൻ എന്ന നിലയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി DK സജിമോൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VM ഷൌക്കത്ത് അലി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NS എബ്രാഹിം, R വിഷ്ണു തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ, വനിതാ കമ്മിറ്റി സെക്രട്ടറി CG അജീഷ എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ സെക്രട്ടറി R ബിജുമോൻ സ്വാഗതവും ജില്ലാ ട്രഷറർ PT ഉണ്ണി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വാഗമൺ. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തേക്കടിയിൽ നടത്തി. മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കുമളി ഹോളിഡേ ഹോമിൽ നടന്ന പരിപാടിയിൽ വാഴൂർ സോമൻ MLA അധ്യക്ഷത വഹിച്ചു. 8 നടക്കുന്ന സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് സ്കൂൾ, കോളേജ്, ക്ലബ്, വിവിധ EDCകൾ എന്നിവ പങ്കെടുക്കുന്ന ജനബോധന റാലി നടക്കും. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനായി നിർവഹിച്ചു. കുമളി ഹോളിഡേ ഹോമിൽ നടന്ന പരിപാടിയിൽ വാഴൂർ സോമൻ MLA അധ്യക്ഷത വഹിച്ചു. ചീഫ് ലൈഫ് വാർഡൻ പ്രമോദ് കൃഷ്ണൻ, പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഗംഗാ സിംഗ്, കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു എന്നിവർ പങ്കെടുത്തു. വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങൾ, സെമിനാറുകൾ എന്നിവ നടത്തി. ഒക്ടോബർ 8 നടത്തുന്ന സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് സ്കൂൾ, കോളേജ്, ക്ലബ്, വിവിധ EDCകൾ എന്നിവ പങ്കെടുക്കുന്ന ജനബോധന റാലി നടക്കും. കുമളി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഹോളിഡേ ഹോമിലേക്കാണ് റാലി. റാലിയിൽ പങ്കെടുക്കുന്ന വിദ്യാലയങ്ങൾക്ക് മികവിന്റെ അടിസ്ഥാനത്തിൽ ക്യാഷ് അവാർഡും ട്രോഫികളും നൽകും. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷി വകുപ്പ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും കൃഷിവിളകൾ സംരക്ഷിക്കുന്നതിനുമായി പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ നടപ്പിലാക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം വള്ളക്കടവ് വനപർവം ഓഡിറ്റോറിയത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ടിപ്പെരിയാർ സലാമിയ എസ്റ്റേറ്റിൽ കടന്നലിന്റെ ആക്രമണത്തിൽ 6 തൊഴിലാളികൾക്ക് പരിക്ക്, 2 പേർക്ക് ബോധം നഷ്ടപ്പെട്ടു. കടന്നലാക്രമണത്തിൽ പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ കുറെ നാളുകൾക്കിടെ ഇത് 3ാം തവണയാണ് തേയില, ഏലം തോട്ട മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കടന്നലാക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. സ്വകാര്യ ഏലത്തോട്ടമായ വണ്ടിപ്പെരിയാർ സലാമിയ എസ്റ്റേറ്റിലാണ് കടന്നൽ ആക്രമണത്തിൽ സ്ത്രീ തൊഴിലാളികൾക്ക് പരിക്കേറ്റത്. സലാമിയ എസ്റ്റേറ്റ് തൊഴിലാളികളായ കലയരസി, പ്രിയ, ഓമന, ശോഭന, മേരിക്കുട്ടി, സരോജ എന്നിവർക്കാണ് പരിക്കേറ്റത്. ജോലിക്കിടെയായിരുന്നു സംഭവം നടന്നത്. ഏലത്തോട്ടത്തിലെ ജോലിക്കിടെ മലന്തൂക്ക് ഇനത്തിൽപ്പെട്ട കടന്നൽക്കൂട്ടം തൊഴിലാളികളെ ആക്രമിക്കുകയായിരുന്നു. ഇതിൽ കടന്നലിന്റെ ആക്രമണമേറ്റ 2 പേർ സ്ഥലത്ത് വെച്ച് തന്നെ ബോധരഹിതരായി. കൂടെ ജോലി ചെയ്യുന്നവരെ കടന്നൽ ആക്രമിക്കുന്നത് കണ്ട് രക്ഷിക്കുവാൻ എത്തിയവർക്കാണ് ഏറെ പരിക്കേറ്റത്. ഏലക്ക എടുത്തോണ്ടിരിക്കുമ്പോ ഇത് എവിടെ നിന്ന് വന്നതാണെന്ന് അറിയത്തില്ല. ആദ്യം ഈ കൊച്ചിനെ കുത്തി, എന്നിട്ട് ആ കൊച്ച് ആരൊക്കെ അടുത്തു പോയി രക്ഷിക്കാൻ പോയോ എല്ലാരെയും കുത്തി. 6 പേരെ കുത്തിയിട്ടുണ്ട്. ഞങ്ങൾ 4 പേര് രക്ഷപ്പെട്ടു. കടന്നൽ ആക്രമണത്തിൽ പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇത് 3ാം തവണയാണ് ഏലം, തേയിലത്തോട്ടം മേഖലകളിലെ തൊഴിലാളികൾക്ക് നേരെ കടന്നലിന്റെ ആക്രമണം ഉണ്ടാവുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. സഹകരണ ബാങ്കിലെയും അർബൻ ബാങ്കിലെയും അഴിമതിക്കെതിരെയും നിക്ഷേപകരോട് കാണിക്കുന്ന ക്രൂരമായ വഞ്ചനയ്ക്കെതിരെയും ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധ സമരം 5-ാം തീയതി
ശനിയാഴ്ച രാവിലെ 10 മുതൽ കരിമണ്ണൂരിൽ നടത്തുമെന്ന് പാർട്ടി ഭാരവാഹികൾ അറിയിച്ചു. ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കി അഴിമതിയിലൂടെ പണം സമ്പാദിച്ച് ആഡംബര ജീവിതം നടത്തി യാതൊരു ഉളുപ്പുമില്ലാതെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ബാങ്ക് ഭരണ നേതൃത്വത്തിലുള്ളവർക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഈ സമരമെന്നും അവർ കൂട്ടിച്ചേർത്തു. സാധാരണക്കാരുടെയും കർഷകരുടെയും നിക്ഷേപമായി സ്വീകരിച്ചിട്ട് ആ പണമെടുത്ത് ദൂർത്ത് നടത്തി ബാങ്കിനെ കടക്കണിയിലാക്കിയ ഭരണ നേതൃത്വത്തിനെതിരെ ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. 5-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മുതൽ കരിമണ്ണൂരിലാണ് സമരം നടത്തുന്നത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ബാങ്കിന്റെ ഭരണ നേതൃത്വം വഹിച്ചവർ വൻ ക്രമക്കേടിലൂടെ കോടികൾ തട്ടിയെടുത്ത് ആഡംബര ജീവിതം നയിക്കുകയാണ്. നിക്ഷേപകരുടെ തുക തിരിച്ചു നൽകാതെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2,25,000 രൂപ എനിക്ക് തരാനുണ്ടായിരുന്നു. അതിൽ തന്ന് ഈ 1,70,000 രൂപ കൂടെ എനിക്ക് വേണ്ട. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഞാൻ ഈ നട കഴിഞ്ഞ് മടുത്തു. 76 വയസ്സായി. അതുപോലെയാണ് ഇവിടെ വരും. ചിലപ്പോൾ ഉണ്ടെന്ന് പറയും, ചിലപ്പോൾ 2,000 രൂപ. ഇങ്ങനെ നടന്ന് ഞാൻ മടുത്തു. കഴിഞ്ഞ ജൂൺ 7-ാം തീയതി മുതൽ നടക്കണം. എന്നും വരും. കാലത്ത് വന്നിരിക്കും. ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി. കടന്നു പോകാൻ ശീലം. എനിക്ക് 7 ലക്ഷം രൂപ കിട്ടാനുണ്ട്. 6 എണ്ണം ഒതുക്കി ഇട്ടിട്ടുണ്ട്. 10-ാം തീയതി എനിക്ക് ഒന്നും കൂടെ ഡ്യൂ ആകും, 1 ലക്ഷത്തിൻ്റെ കൂടെ. പക്ഷെ പലിശ ഒന്നും കൂടെ തന്നിട്ടില്ല. ഇന്നിപ്പം പറഞ്ഞ ഒരു 30,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നും വന്ന ഒന്നും ഇല്ലാതെയൊക്കെ പോകുന്നത് എനിക്ക് വലിയ വിഷമം. ഞാനിപ്പോൾ ദൂരെ നിന്നാണ് വരുന്നത്. എൻ്റെ കൊച്ചൊക്കെ സുഖമില്ലാത്ത ആളാണ്. ഇങ്ങനെയായ രീതി കുറേശ്ശെ കിട്ടിയാൽ വേണ്ടില്ലായിരുന്നു. മുഴുവനും കിട്ടിയതിലും കുഴപ്പമില്ല. ഈ നയവഞ്ചകർക്കെതിരെ നടത്തുന്ന ജനകീയ പ്രതിഷേധത്തിലേക്ക് എല്ലാവരും പങ്കെടുക്കണമെന്ന് BBC ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി പ്ലാത്തോട്ടം പറഞ്ഞു. അങ്ങനെ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഈ സഹകരണ മേഖലയെ പുനരുദ്ധരിക്കണമെങ്കിൽ ഈ ഭരണസമിതികൾ നടത്തുന്ന ധൂർത്തും അഴിമതിയും അവസാനിപ്പിക്കേണ്ടതുണ്ട്. സഹകാരികൾ അവരുടെ വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വരുക്കൂട്ടുന്ന ഫണ്ട്, മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചികിത്സാ സഹായവുമൊക്കെ ആവശ്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന ഫണ്ട് വലിയ വാഗ്ദാനങ്ങൾ നൽകി ബാങ്കുകളിൽ നിക്ഷേപമായി സ്വീകരിച്ചിട്ട് ഭരണസമിതി അംഗങ്ങൾ അവരും അവർക്ക് വേണ്ടപ്പെട്ടവരുമായ ആൾക്കാർക്ക് മതിയായ ഈടില്ലാതെ ലോണ് കൊടുക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ തകർച്ചയുടെ വക്കിൽ സഹകരണ ബാങ്കുകളെ എത്തിച്ചിരിക്കുന്നത്. ബാങ്കിലെ ബോർഡ് മെമ്പർമാർ അമിതമായി ലോൺ എടുക്കുന്നു. അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് അമിതമായി ലോണ് കൊടുത്തുകൊണ്ട് അത് തിരിച്ചടപ്പിക്കാം. ഒരു സഹകരണ സ്ഥാപനം ചെയ്യേണ്ടത് ലോണ് കൊടുക്കുക മാത്രമല്ല, അത് അടയ്ക്കുന്നതിന് വേണ്ട നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ബോർഡ് മെമ്പർമാരുടെ ബന്ധുക്കൾക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്കുമാണ് ഈ ലോണ് കൊടുക്കുന്നത് എന്നതുകൊണ്ടും മതിയായ ഈട് മേടിക്കാതെയാണ് ലോൺ കൊടുക്കുന്നത് എന്നതുകൊണ്ടും ഇത് തിരിച്ചടയ്ക്കാനുള്ള സമ്മർദ്ദം അവർ ചെലുത്തുകയോ തിരിച്ചടയ്ക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഭരണത്തിൽ ഉള്ള വീഴ്ചയാണ് ഈ ബാങ്കുകളെ, സഹകരണ സൊസൈറ്റികളെ തകർച്ചയുടെ വക്കിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ശനിയാഴ്ച 5-ാം തീയതി സമരം ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരം ഒരു വലിയ ജനകീയ സമരമായി കേരളം ഒട്ടാകെ വ്യാപിപ്പിക്കാനാണ് പാർട്ടിയും പാർട്ടിയുടെ സംവിധാനങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. ഈ തീരുമാനവുമായി പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ സഹകാരികളായ ബാങ്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടുള്ള സഹകാരികളുടെ എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. കരിമണ്ണൂർ സഹകരണ ബാങ്ക് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരുടെ കൂട്ടായ്മ ബാങ്ക് അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും നിക്ഷേപകരോട് നിഷേധാത്മകമായ നിലപാടാണ് ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും സ്വീകരിച്ചതെന്ന് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത ആം ആദ്മി പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ അറിയിച്ചു. ഈ പ്രതിഷേധ ധർണയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ കരിമണ്ണൂരിൽ അന്ന് വൈകുന്നേരം 3 മണിക്ക് ഈ ബാങ്കിൻ്റെ പ്രതിസന്ധിയെപ്പറ്റിയും അല്ലെങ്കിൽ ബാങ്ക് ജനങ്ങളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയുമൊക്കെ ഒരു വിശദമായ യോഗം നടത്തുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ഈ പ്രതിഷേധ യോഗത്തിലേക്കും സമാപന സമ്മേളനത്തിലേക്കും നല്ലവരായ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ആദ്യമായി നാട്ടിലെത്തുന്ന ആനവണ്ടിക്കായി ഗാന്ധി ജയന്തി ദിനത്തിൽ വഴിയൊരുക്കാൻ ഒരു നാട് ഒത്തുചേർന്നത് വ്യത്യസ്തമായി. ബസ് കടന്നു പോകുന്ന 4 കിലോമീറ്റർ ദൂരം കാട് വളർന്ന് മരങ്ങൾ റോഡിലേക്ക് വളഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ ഭാഗങ്ങളാണ് ഒരു ദിവസം നീണ്ടുനിന്ന പ്രവൃത്തികളിലൂടെ സഞ്ചാരയോഗ്യമാക്കിയത്. നാട്ടുകാരോടൊപ്പം വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. പ്രവർത്തനങ്ങൾ ഉളുപ്പൂണി വാർഡ് മെമ്പർ എബിൻ ബേബി ഉദ്ഘാടനം ചെയ്തു.
മൂലമറ്റം കോട്ടമല റോഡിൽ ആശ്രമം വരെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ് വാഗമണ്ണിലേക്കുള്ള പ്രവേശന കവാടമായ മേമുട്ടം കവല വരെ നീട്ടുവാൻ വേണ്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരുന്നു. അടുത്ത ആഴ്ചകളിൽ ബസ് എത്തിച്ചേരും. ഇതിനായി നടത്തിയ ട്രയൽ റണ്ണിൽ ആശ്രമം മുതൽ മേമുട്ടം കവല വരെ 4 കിലോമീറ്റർ ദൂരം കാട് വളർന്നും മരങ്ങൾ റോഡിലേക്ക് വളഞ്ഞും നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഈ ഭാഗങ്ങളാണ് വെട്ടിത്തെളിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. നാട്ടുകാരോടൊപ്പം ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, ട്രാൻസ്പോർട്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾ, തൊഴിലുറപ്പ്, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ എത്തിയതോടെയാണ് പണികൾ വേഗം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത്. പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഉളുപ്പൂണി വാർഡ് മെമ്പർ എബിൻ ബേബി നിർവഹിച്ചു. അതോടൊപ്പം തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യത്തിനും ഒരു വിജയം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ തൊഴിലുറപ്പും ഇങ്ങനെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ഫോറസ്റ്റും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇങ്ങനെ സന്നദ്ധ പ്രവർത്തനം നടത്തിയതിൽ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയും മുന്നോട്ട് ഇതുപോലെ നമ്മുടെ ഇതെല്ലാം നമ്മൾ ഗ്രാമപ്രദേശങ്ങളാണ്. അപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളുടെ ഒരു വികസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മുന്നോട്ട് പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടായ്മയാണ്. അപ്പോൾ ഇങ്ങനത്തെ കൂട്ടായ്മയ്ക്കും ഇങ്ങനത്തെ പ്രവർത്തനത്തിനും എല്ലാം പ്രത്യേകമായിട്ട് എല്ലാവരെയും അഭിനന്ദിക്കുകയും ഇതിന് നേതൃത്വം നൽകി എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ഇങ്ങനത്തെ സംവിധാനവും ഇങ്ങനൊരു പ്രവർത്തനത്തെ എന്താ പറയുന്നത് ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് വന്നുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. എങ്കിലും എന്താ ഔപചാരികമായി ഈ ഒരു പ്രവർത്തനത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. മുൻ 6ാം വാർഡ് മെമ്പർ രമ രാജീവ്, ആശ്രമം പള്ളി വികാരി ഫാദർ റോബിൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് ബാബു, മഞ്ജു, ഗീതു എന്നിവരും എത്തിച്ചേർന്നിരുന്നു. 7ാം വാർഡ് മെമ്പർ PA വേലുക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടമല റോഡ് വികസന സമിതി ചെയർമാൻ മനയാനി ജോർജ്, മൂലമറ്റം വനംവകുപ്പ് സ്റ്റേഷനിലെ ഫോറസ്റ്റർ സുനിൽകുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ S അരവിന്ദ്, റോയി വർഗീസ്, പതിപ്പള്ളി റോഡ് വികസന സമിതി ചെയർമാൻ MD ദേവദാസ്, മൂലമറ്റം സ്റ്റേഷനിലെ ട്രാൻസ്പോർട്ട് ഇൻചാർജ് പ്രസന്നൻ, റെസ്ക്യൂ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ടീം ലീഡർ ശിവദാസ്, ട്രൈബൽ പ്രൊമോട്ടറായ ഗീതു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ഗാന്ധി ജയന്തി ദിനത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനും പരിസരവും പെന്തക്കോസ്ത വിശ്വാസികൾ വൃത്തിയാക്കി. മലിനമായി കിടന്നിരുന്ന ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇവർ ചേർന്ന് വൃത്തിയാക്കി. വിശ്വാസത്തോടൊപ്പം പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന പ്രവർത്തനം നടത്തിയ പെന്തക്കോസ്ത വിശ്വാസികളെ എല്ലാവരും അഭിനന്ദിച്ചു. ദൈവവേലയോടൊപ്പം സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു കൂട്ടം വിശ്വാസികളെ കഴിഞ്ഞ ദിവസം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ കാണുവാനിടയായി. 100 കണക്കിന് സർക്കാർ ജീവനക്കാർ ജോലി ചെയ്യുന്ന സിവിൽ സ്റ്റേഷനിലെ ശുചിമുറികൾ അഴുക്കുപുരണ്ട നിലയിലായിരുന്നു. ഇവ ശുചീകരിച്ച സർക്കാർ സേവകർക്ക് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ശുചിമുറി സേവനം ലഭ്യമാക്കുകയായിരുന്നു പെന്തക്കോസ്ത മിഷൻ വിശ്വാസികൾ. നമ്മുടെ താലൂക്ക് ഓഫീസർ ഇരിക്കും നമ്മുടെ ജനേന്ദ്രത്തിൽ തന്നെ അസുഖം ഉണ്ടാവുന്ന ലക്ഷണമാണ്. ജനങ്ങൾക്ക് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ദൈവവേലയോടൊപ്പം ചെയ്യുന്നത് തങ്ങളുടെ കടമയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. യുണൈറ്റഡ് പെന്തക്കോസ്ത് സിനഡ് എന്ന് പറയുന്ന കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം 25 ലക്ഷത്തോളം വരുന്ന പെന്തക്കോസ്ത് സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് യുണൈറ്റഡ് പെന്തക്കോസ്ത് സിനഡ് എന്നുള്ളത്. എൻ്റെ തൊടുപുഴ താലൂക്കുമായിട്ട് ബന്ധപ്പെട്ട താലൂക്ക് പ്രസിഡന്റാണ് ഞാൻ. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടെയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സെക്രട്ടറി ഉണ്ട്, ട്രഷററുണ്ട്, ഞങ്ങളുടെ മറ്റ് കമ്മിറ്റി അംഗങ്ങളെല്ലാവരും ഉണ്ട്. അകത്ത് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വരികയും അതിന് നമുക്ക് അവർ അധികാരം തരികയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ സിവിൽ സ്റ്റേഷൻ്റെ ഓരോ നിലകളിലുള്ള ബാത്റൂമുകളും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഞങ്ങൾ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ദേശത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ചെയ്തു. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ഏതൊരു കാര്യത്തിലും യുണൈറ്റഡ് പെന്തക്കോസ്ത് സിനഡ് തൊടുപുഴ താലൂക്കുമായി ബന്ധപ്പെട്ടോ കേരളത്തിൽ എവിടെയുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ കൂടെ സഹകരിക്കാനുണ്ടാകുമെന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. അനുഗ്രഹിക്കുന്നു. സിവിൽ സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങളും ഗാന്ധി ജയന്തി ദിനത്തിൽ ഇവർ വൃത്തിയാക്കുകയുണ്ടായി. ഇവരുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുവാൻ പോലും സന്മനസ്സില്ലാത്തവരാണോ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെന്ന ചോദ്യവും ഈ പെന്തക്കോസ്ത വിശ്വാസികളുടെ സേവന പ്രവർത്തനം കണ്ടപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായാൽ തെറ്റു പറയാനാവില്ല. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അവകാശ പോരാട്ടം നടത്തുന്ന ജീവനക്കാരുടെ സംഘടനകൾക്ക് സ്വന്തം പ്രവർത്തന മേഖലയെങ്കിലും വൃത്തിയായി സൂക്ഷിക്കുവാൻ തോന്നാത്തത് എന്താണെന്നാണ് പൊതുജനം ചോദിക്കുന്നത്. സർക്കാർ സേവകർ എന്ന നിലയിലുള്ള ജോലികൾ യഥാസമയം ചെയ്യാതെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി നാടിനെ ഇവരെല്ലാം ചേർന്ന് ഒരു നിലയിലാക്കി എന്ന് പറഞ്ഞാൽ തെറ്റു പറയാനാകുമോ?
എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ കാര്യം സാധിക്കുവാൻ സൗകര്യമൊരുക്കിയ പെന്തക്കോസ്ത വിശ്വാസികൾക്ക് അഭിനന്ദനങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് തട്ടക്കുഴിയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ബിന്ദു രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ 4 ലക്ഷം രൂപ ചിലവഴിച്ചാണ് തട്ടക്കുഴിയിൽ ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് പണിതത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ കുറെ കൂടി വലിയ മുന്നേറ്റത്തിന് സഹായകരമാവുന്ന നിലയിലാണ് ഇന്ന് പഞ്ചായത്തിലെ 5ാമത്തെ പൊതു ശൗചാലയം ഉദ്ഘാടനം ചെയ്യപ്പെടുക. ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത സംസ്ഥാനമായി മാറുന്നതിൻ്റെ ഭാഗമായി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തും സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി മാറുന്നതിനാവശ്യമായിട്ടുള്ള കർമ്മ പരിപാടി തയ്യാറാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇന്നലെ മുതൽ നമ്മൾ തീവ്രയജ്ഞ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ എല്ലാ ഘടക സ്ഥാപനങ്ങളും 11 സ്കൂളുകളും ഇന്നലെ ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് പഞ്ചായത്തിൻ്റെ 16 വാർഡുകളിലും ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മാലിന്യമുക്ത നവകേരളത്തിലേക്കുള്ള മാലിന്യമുക്ത ഉടുമ്പന്നൂരിലേക്കുള്ള യാത്രയ്ക്കും തുടക്കമായിരിക്കുകയാണ്. ആ യാത്രയിൽ വരും ദിവസങ്ങളിൽ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ എല്ലാ വീടുകളെയും ഹരിതഭവനങ്ങളാക്കി പ്രഖ്യാപിക്കുവാനും എല്ലാ ചെറുപട്ടണങ്ങളെയും സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് സംസ്കരിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു ശുചീകരണ ക്യാമ്പയിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. വാർഡ് മെമ്പർ ബിന്ദു രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലൈഷ സലീം എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ പി യശോധരൻ സ്വാഗതവും വാർഡ് മെമ്പർ ജിൻസി സാജിദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. ഡ്രൈഡേ ദിനത്തിൽ മദ്യവിൽപ്പന നടത്തിയയാളെ അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡിൽ വിട്ടു. കോതമംഗലം കരിങ്ങഴക്കരയിൽ മോളത്തുകൂടി വീട്ടിൽ അനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. കോതമംഗലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ടൗൺ ഭാഗത്ത് മദ്യവിൽപ്പന നടത്തുന്നതിനിടെ പ്രതി പിടിയിലായത്. ഡ്രൈഡേ ദിനത്തോടും കോതമംഗലം ചെറിയപള്ളി കന്നി 20 പെരുന്നാളിനോടും അനുബന്ധിച്ച് എക്സൈസ് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ രഹസ്യ അന്വേഷണവും പെട്രോളിംഗും നടത്തുന്നതിനിടയിലാണ് മദ്യവിൽപ്പന നടത്തുകയായിരുന്ന ഇയാളെ പിടികൂടിയത്. കോതമംഗലം വില്ലേജിൽ കരിങ്ങഴക്കരയിൽ മോളത്തുകുടി വീട്ടിൽ അനീഷാണ് പ്രതി. ആലുവ മൂന്നാർ റോഡിൽ ധർമ്മഗിരി ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിന് പിറകിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ മാരുതി സ്വിഫ്റ്റ് കാറിൽ മദ്യം സൂക്ഷിച്ചു വെച്ച് വിൽപ്പന നടത്തി വരവെയാണ് ഇയാൾ പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 20.750 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും മദ്യം സൂക്ഷിച്ച മാരുതി സ്വിഫ്റ്റ് കാറും മദ്യം വിറ്റ വകയിൽ ലഭിച്ച 30,190 രൂപയും കണ്ടെടുത്തു. ഡ്രൈഡേ ദിനമായതിനാലും കന്നി 20 പെരുന്നാളിനോടും അനുബന്ധിച്ച് മദ്യം സൂക്ഷിച്ചു വെച്ച് കൂടിയ വിലയ്ക്ക് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നെന്നും വിൽപ്പനയ്ക്കായി കരുതിയ അവശേഷിച്ച മദ്യമാണ് പിടികൂടിയതെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു. കേസിന്റെ തുടർ നടപടികൾക്കായി പ്രതിയെയും കേസ് രേഖകളും തൊണ്ടിമുതലുകളും കോതമംഗലം എക്സൈസ് റേഞ്ച് ഓഫീസിന് കൈമാറി. പ്രതിയെ കോതമംഗലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ജോണിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർ ജിമ്മി VL, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ ഷെമീർ VA, ഷിജീവ് KG, സുമേഷ് കുമാർ KM, എക്സൈസ് ഡ്രൈവർ ബിജു പോൾ എന്നിവർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഗൗരവം ശരിയായ വിധത്തിൽ കേരളം ഉൾക്കൊള്ളുന്നില്ലെന്ന് മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ CP റോയ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പുതിയ ടണൽ നിർമ്മിച്ച് ഡാമിലെ ജലനിരപ്പ് താഴ്ത്തണമെന്ന 2014 സുപ്രീംകോടതി നിരീക്ഷണം നടപ്പിലാക്കുകയാണ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏക പോംവഴിയെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ടണൽ നിർമ്മിച്ച് ഡാമിലെ ജലനിരപ്പ് താഴ്ത്തണമെന്ന 2014 സുപ്രീം കോടതി നിരീക്ഷണം നടപ്പിലാക്കുകയാണ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏക പോംവഴിയെന്ന് മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ CP റോയ് പറഞ്ഞു. ഈ ആവശ്യം ഉന്നയിച്ച് വൈപ്പിനിലെ ഒരു കൂട്ടം യുവാക്കൾ മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിന് കേരള സമൂഹം പിന്തുണ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സാജൻ ചാണ്ടി, സുരേഷ് VK, ഷിജിൻ തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി തൊടുപുഴ ന്യൂമാൻ കോളേജ് NCC യൂണിറ്റ് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനുമായി സഹകരിച്ച് വിവിധ കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. അനുസ്മരണ യോഗം, പരിസര ശുചീകരണം,
ബോധവൽക്കരണ ബാൻഡ് ഡിസ്പ്ലേ തുടങ്ങി വിവിധ പരിപാടികൾ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടത്തി. ഗാന്ധി അനുസ്മരണ റാലി പൂർവ്വ വിദ്യാർത്ഥിയും കാഞ്ഞാർ SIയുമായ ബൈജു പി ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം, NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഭാരതമെമ്പാടും ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചപ്പോൾ വ്യത്യസ്ത കർമ്മ പരിപാടികൾ അണിനിരത്തി തൊടുപുഴ ന്യൂമാൻ കോളേജ് NCC ശ്രദ്ധ നേടി. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി 10 പരിപാടികളാണ് NCCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത്. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനുമായി ചേർന്ന് സംഘടിപ്പിച്ച ഗാന്ധി അനുസ്മരണ യോഗത്തിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK നവാസ്, ട്രഷറർ അനിൽകുമാർ പീടികപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കാഞ്ഞാർ SIയുമായ ബൈജു പി ബാബു ഗാന്ധി അനുസ്മരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിച്ചു. തുടർന്ന് മങ്ങാട്ടുകര ബസ് സ്റ്റാൻഡിൽ കോളേജ് NCC ബാൻഡ് ഡിസ്പ്ലേ നടത്തി. ലഹരിക്കും സാമൂഹിക തിന്മകൾക്കുമെതിരെ ബോധവൽക്കരണ സന്ദേശമുയർത്തി അവതരിപ്പിച്ച ബാൻഡ് ഡിസ്പ്ലേ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഇത് നിങ്ങളുടെ ഒരു ചെറിയ തുടക്കമാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാത്തിനും നിങ്ങൾക്ക് മുന്നിലായിട്ട് സാറുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. നിങ്ങളും സാറിൽ നിന്ന് കൂടുതൽ കരുത്താർജിച്ച് സന്തോഷത്തോടെ നിങ്ങളൊക്കെ കുട്ടികളാണ്. നമുക്ക് ജന്മസിദ്ധമായി ഉള്ളിലൊരു കരുത്തുണ്ട്. ആ കരുത്ത് നിങ്ങളെല്ലാവരും പുറത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ശോഭിക്കാനായിട്ട് പറ്റും. അടുത്ത വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിന് തിരഞ്ഞെടുക്കപ്പെട്ട കോളേജ് വനിതാ ബാൻഡ് അവതരിപ്പിച്ച ഡിസ്പ്ലേ ശ്രദ്ധേയമായി. ശുചിത്വ കേരളം ശുചിത്വ ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തി കേഡറ്റുകൾ മങ്ങാട്ടുകവല 4 പാത ശുചീകരിച്ചു. മെഗാ ക്ലീനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശം ഉയർത്തി പ്ലോഗിംഗ് റണ്ണും സംഘടിപ്പിക്കപ്പെട്ടു. ഒപ്പം ദിനാചരണത്തിന്റെ ഭാഗമായി പൂന്തോട്ട നിർമ്മാണം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, പരിസര ശുചീകരണം, പച്ചക്കറിത്തോട്ട നിർമ്മാണം, വൃക്ഷത്തൈ നടൽ, യുവജന ശാക്തീകരണ സെമിനാർ എന്നിവ സംഘടിപ്പിച്ചു. വിവിധ കർമ്മ പരിപാടികൾക്ക് സീനിയർ അണ്ടർ ഓഫീസർ ആദർശ് S, അണ്ടർ ഓഫീസർമാരായ രാധിക MR, സാരംഗ് ഷാജി, ഐഡൻ കുര്യൻ, NCC അംഗങ്ങളായ അഖിൽകുമാർ B, അഷ്ബിൻ തോമസ്, അഭിനവ് ജയേഷ്, ജിൻസി ജോസ്, വിഷ്ണു രതീഷ്, ആഷിഖ് അഹമ്മദ്, നന്ദന മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് ശാഖയുടെ അസോസിയേഷൻ എയോണിക്സ് ഉദ്ഘാടനം നടത്തി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഐബിക്സ് കൺസൾട്ടിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കനു അരവിന്ദാഷനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഭദ്രദീപവും തെളിയിച്ചു. വിദ്യാർത്ഥികൾ സ്വയം നിർമ്മിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ സഹായത്താൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നിലവിളക്കിലെ ദീപം തെളിയിക്കാൻ സാധിക്കും വിധമാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നത്. വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ 5ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് ശാഖയുടെ അസോസിയേഷൻ എയോണിക്സ് ഉദ്ഘാടനം നടത്തിയത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഐബിസ് കൺസൾട്ടിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കനു അരവിന്ദാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഭദ്രദീപവും തെളിയിച്ചു. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വിശിഷ്ട അതിഥികളായ കനു അരവിന്ദാക്ഷൻ, മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ, ഡയറക്ടർ റവറൻ ഡോക്ടർ പോൾ പാറത്താഴം, പ്രിൻസിപ്പൽ ഡോക്ടർ KK രാജൻ, AA വകുപ്പ് മേധാവി ഡോക്ടർ അനീറ്റ ബ്രിജിത്ത് മാത്യു, അസോസിയേഷൻ ഇൻചാർജ് വിനിജ കുര്യൻ, അസോസിയേഷൻ സെക്രട്ടറി എലിസബത്ത് പോൾ എന്നിവർ ദീപം തെളിയിച്ചു. വിദ്യാർത്ഥികൾ സ്വയം നിർമ്മിച്ച മൊബൈൽ ആപ്പിന്റെ സഹായത്താൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നിലവിളക്കിലെ ദീപം തെളിയിക്കാൻ സാധിക്കും വിധമാണ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ മേരി നിർമ്മല ജോർജിന്റെ മാർഗനിർദ്ദേശത്തിൽ അഭിജിത്ത് ബിനോഷ്, R ജയദേവ്, സിറിയക് പോൾ, ഡാരിസ് സോജൻ,
ഡാൻ മാത്യൂസ്, അലക്സ് ബെന്നി എന്നീ വിദ്യാർത്ഥികളാണ് പ്രോജക്റ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രി പ്രസ് ക്ലബ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഹൃദയ പരിശോധനാ ക്യാമ്പിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് കൗൺസിലിന്റെ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് വാഴൂർ സോമൻ MLA. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തേക്കടിയിൽ നടത്തി. മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ സലാമിയ എസ്റ്റേറ്റിൽ കടന്നലിന്റെ ആക്രമണത്തിൽ 6 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. സഹകരണ ബാങ്കിലെയും അർബൻ ബാങ്കിലെയും അഴിമതിക്കെതിരെയും നിക്ഷേപകരോട് കാണിക്കുന്ന ക്രൂരമായ വഞ്ചനയ്ക്കെതിരെയും ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധ സമരം 5-ാം തീയതി കരിമണ്ണൂരിൽ നടത്തുമെന്ന് പാർട്ടി ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.